ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. കണ്ടന്റ് ഇല്ല ഇന്നത്തെ വീഡിയോക്ക്, അതാണ് മെയിൻ ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ മഴ കാരണം എത്ര ദുരന്തങ്ങൾ ഇന്നെ നാടുകാണി പാതയിൽ ഒരു ഉരുൾ പൊട്ടി. പക്ഷെ ആ ഷീറ്റിന്റെ അടിയിൽ കൂടെ എന്താ പറയാ ഇത് വന്നില്ലേ. ഇതിന്റെ സ്ഥലം അതിനെക്കാട്ടും കുറച്ച് വിട്ടിട്ടാണ്. പക്ഷെ ഞങ്ങള് മലപ്പുറം ജില്ലയിൽ നിന്ന് കേട്ടാ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ പുഴയുടെ പേരൊക്കെ ഓർമ്മ കിട്ടണില്ല. പിന്നെ ഉരുളാണ്ട് പൊട്ടി വന്ന് ഷീറ്റൊക്കെ കൊണ്ടുപോയി. അപ്പൊ നിങ്ങളൊക്കെ സേഫ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ റെഡ് അലേർട്ടിന്റെ, ഓറഞ്ച് അലേർട്ടിന്റെ, യെല്ലോ അലേർട്ടിന്റെ പ്രത്യേകത ഒക്കെ എന്താന്ന് പറഞ്ഞു പറട്ടോ. അപ്പൊ ഗൈസ്, റെഡ് അലേർട്ടിന്റെ പ്രത്യേകത അങ്ങനെയല്ലോ എന്ന് പറഞ്ഞു. യെല്ലോ അലേർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ എന്തായോ നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. യെല്ലോ അലേർട്ടിന്റെ പ്രത്യേകത മഴയ്ക്ക് സാധ്യത ഉണ്ട്. എല്ലാരും റെഡി ആയിട്ടിരിക്കുക. മഴ വരാൻ സാധ്യത ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക എന്നാണ് യെല്ലോ അലേർട്ട് പറയുന്നത്. ഓറഞ്ച് അലേർട്ട് പറഞ്ഞാൽ നല്ല ഒരു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാരും സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല. അതാണ് ഓറഞ്ച് അലേർട്ട്. റെഡ് അലേർട്ട് പറഞ്ഞാൽ പരിസരം മൊത്തം, ഭൂമിന്ന് പറഞ്ഞ നഗരങ്ങൾ മൊത്തം ഈ സുനാമി, എന്താ പറയുക, വെള്ളപ്പൊക്കം, ലാൻഡ് ഫ്ലഡ് ഉണ്ടാവാൻ, എല്ലാത്തിനും, വാട്ടർ ഫ്ലഡ് ഒക്കെ ഉണ്ടാവാൻ എല്ലാത്തിനും കാരണമാണ് റെഡ്. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ സാധനങ്ങളൊക്കെ എടുത്തേക്കണം കേട്ടോ. നമുക്ക് ഉപയോഗിച്ചെടുക്കാം. ശരി, ഇതാണ് പറയുന്നത്. എന്റെ അനിയത്തിന്റെലൊക്കെ തായോ അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ നോക്കട്ടോ. പോരട്ടോ, പറഞ്ഞോ എല്ലാരും ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ഇടാ. എല്ലാവർക്കും ഹായ് പറഞ്ഞോ. ഹായ് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കട്ടെ. പക്ഷെ അവൾ പറയുന്നില്ല. എന്താ കാര്യം തരും. അപ്പൊ നമുക്ക് പോവാം. അത് അമ്മയാണ്. അപ്പൊ നമ്മള് എന്റെ വീട്ടിലൊരു വെള്ളമുണ്ട്, അല്ല കിണറുണ്ട്. ആ കിണറ്റില് വെള്ളം കാണിച്ചു തരാട്ടോ. വെള്ളം എന്റെ വീട്ടിലും കുറച്ചൊക്കെ വെള്ളം കയറി. കിണറ്റിലാണെന്ന് മാത്രം. ഇപ്പൊ കാണിച്ചു തരാം. ഗസ് കണ്ടാ, ഇതാണ് കിണർ. പക്ഷേ ആ കിണറില് വെള്ളം കണ്ടില്ലേ, അത് ഞാൻ വെച്ച ഭാഗത്ത് കുറച്ചും കൂടി ഉള്ളു. കുറച്ച് പറഞ്ഞാൽ കുറച്ച് ഒരു ഇതുണ്ടാവും. അത്ര ഉള്ളു വെള്ളം. ഞാൻ ആ ഗ്രില്ലിന്റെ അടുത്തെത്തണമെങ്കിൽ, അപ്പൊ ആ ഗ്രില്ലിന്റെ അടുത്തെത്തണമെങ്കിൽ നല്ല വെള്ളമുണ്ട്. വരണം. ഇത് അമ്പലം. നല്ല താഴ്ച ഉണ്ട്. നിങ്ങൾ വിചാരിക്കും കുറച്ച് വെള്ളം, കുറച്ച് കുഴിച്ചപ്പോഴത്തേനും വെള്ളം കണ്ടു. പക്ഷെ ഒരിക്കലല്ല, നല്ല താഴ്ച ഉണ്ട്. അപ്പൊ നമുക്ക് അവിടൊക്കെ ഒന്ന് പോയി നോക്കാട്ടോ. വീടിന്റെ വേറെ കോറമ്പാങ്ങൊക്കെ പോയി നോക്കാം. പക്ഷെ ആദ്യം തന്നെ കോഴിക്കൾ, ആട്ടുകോഴിനും ആയിരുന്നു. കാട്ടുകൂടെ ഒരു കോഴി അതപ്പോ ഒരു കോഴി അതാവുമ്പോ ബെസ്റ്റാണ് കോഴികൾ. ബെസ്റ്റാ കോഴികൾ പോന്നിട്ടാ ഓടിപ്പിച്ചതാണ്. പക്ഷെ പൊട്ടന്റെ മാതിരി അതാ പോണ ചാക്കാൻ കോഴി. രണ്ടാളും കൂടെ സേഫാ. ഒന്നതാ 3 കോഴികളുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി ഫുട്ബോൾ കളിക്കാം. ഇത് ഞങ്ങള് ഫ്ലക്സ് അല്ല, ഇത് ഗാങ് ഫ്ലക്സ് അല്ല, എന്നാൽ ഒരു ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഞങ്ങള് കുട്ടി പട്ടാളങ്ങൾ ഗാങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തുണിയാണ് കെട്ടി വെച്ചതാ. എന്താ അതൊക്കെ എത്ര ഉള്ളില്ലേ. നമുക്ക് പോവാം. നമുക്ക് ഫുട്ബോൾ ആയിട്ട് കളിക്കാം. ഒരു ചെടിയാ, കൈശിഞ്ഞ ചെടിയാണ്. ചെടികൾ പൊങ്ങി വരുന്നു. ഇതാ കണ്ട, അടിപൊളിയല്ലേ.
നമുക്ക് ഫുട്ബോൾ കളിക്കട്ടാ. ഫുട്ബോൾ തപ്പണ്ടേ. ആദ്യമായി ഫുട്ബോൾ കാണാനില്ല. ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ കാണാനില്ല ഗൈസ്. ആ ഗൈസ് കണ്ടു 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 ആയിരിക്കും. നമ്മള് കളിക്കാൻ പോകും. അന്നെ ഹൈപ്പോണ്ട് കളിക്കാം. ഗൈസ് പോരാ. അപ്പൊ ഗൈസ് നമ്മൾക്ക് ആദ്യമായി ഹൈപ്പോണ്ട് തന്നെ കളിക്കാം. അല്ല ഗോൾ എടുത്ത് കളിക്കാം. അത് എറിയാൻ പോട്ടെ വരയ്ക്ക്. ഗൈസ് കിട്ടി. നമുക്ക് ഇവിടുന്ന് ബോൾ അടിക്കാം. അങ്ങോട്ടടിക്കാം. ഫസ്റ്റ് കാണാൻ പറ്റാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റണമെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കട്ടോ. ആദ്യത്തെ ബോളിങ് അതടിക്കാൻ പോണ്. ഫസ്റ്റ് ബോൾ അടിച്ച്. സെക്കൻഡ് ബോൾ. ഞാൻ അറ്റൻഡ് ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ടോ. ഞാൻ ഒരു ട്രിക്ക് കളിച്ചിട്ടാ. ഞാൻ അങ്ങനെ പിടിച്ചിട്ടാ ഫ്രണ്ടിൽ നമ്മളെ ബോൾ അങ്ങോട്ട് പോയി. വരാട്ടാ, ബോൾ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പൊ ബോള് വരുന്നുണ്ട്. അവിടെ കിടക്കുന്നു. നമുക്ക് ബോള് കാണും. പരാ ബോള്. ഹായ് നല്ല പതിങ്ങി പോയെടുക്കൂലേ. അമ്മേ വൈക്ക് പോയി. ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പൊ ഇങ്ങനെ അടിച്ചത് അതേമാതിരി ഞാൻ ഇപ്പൊ ഇങ്ങനെ അടിച്ച്. അതെങ്ങനെ ഉണ്ടായിരുന്നു ബോൾ ഇങ്ങനെ വരുമ്പോ ബോൾ ഇവിടെ ഒക്കെ വെച്ചിട്ടാ. ഞാൻ ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് ഒരു കാര്യം കാണിച്ചത്. ബോൾ ഇപ്പൊ എന്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. ബുള്ളിണ്ടില്ലേ. ഗൈസ് ബോൾ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഗൈസ് നമുക്ക് ബോൾ വേണം. ഇത് തന്നെ ആയുധം. ഞാൻ ഉണ്ടാക്കിയൊരു ആയുധം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇത് ഈ ഭാഗം വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ബോളിനൊക്കെ ഇങ്ങനെ എടുക്കാട്ടാ. അങ്ങനെ കണ്ടട്ടാ പുളിയില്ലേ. പക്ഷെ ഞാനിവിടെ കുത്തണ്ടാ. ഇതാണ് ഞാൻ കുത്തിക്കണ ആളുണ്ട്. ചളിയായി. ഞാൻ കഴുകിട്ട് വരാം. മണ്ണില്ല ചിരി. ഗൈസ് അതേമാതിരി തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞു. പക്ഷെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടുള്ളവര് എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും 31 സബ്സ്ക്രൈബ് ഫാമിലിയിലാണ് ഇപ്പൊ കിടക്കുന്നത്. നിങ്ങളൊക്കെ വിചാരിച്ച് എനിക്ക് ജയിക്കാൻ പറ്റും.
വിജയിപ്പിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും കമന്റ് ഇടുക. എനിക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമൊന്നുമല്ല, എല്ലാമേ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക കേട്ടോ. ഈ ഫ്ലവർ എന്താണ് ഇങ്ങനെ ചെങ്ങായി ഫ്ലവർ ഇങ്ങനെ അല്ലേ? വീണ്ടും ഒരു ഐവോൾ കിക്ക്. എന്തത് സൈനടി പോയി. നിങ്ങളുടെ ചാട്ടുണ്ട്, ആവശ്യം വരും. ഒരാവശ്യമല്ല, ആവശ്യം അവിടെ എത്തി. ഓ കിട്ടി വയസ്സ്. ഫ്രഷ് ആയിട്ടല്ല വയസ്സ്, കൈയാകണം നമുക്ക്. വീണ്ടും ബോളും കഴിയണം. ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണെങ്കിലും ഞാൻ ഇടുന്നതാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോ ആണെങ്കിൽ മാത്രം കേട്ടോ. ഒരു മിനിറ്റ്, ഇതാ പോണു ബോൾ. ഞാൻ ഒരു ഇതിട്ടുണ്ട്, കാണിച്ചു തരട്ടോ. പൊളിയല്ലേ? വരാം വരട്ടോ. ഞങ്ങള് കുറച്ചേരം ഫുട്ബോൾ കളിച്ചു. നമ്മള് കുറച്ചേരം ഫുട്ബോൾ കളിച്ചില്ലേ, നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കട്ടോ. ബൈ. അയ്യോ, ഓക്കെ. ഞാൻ ബോൾ, അമ്മ അതാണ്, ഇതാ ബോള് കൊടുത്തു. ലച്ചു കൊണ്ട് പോണ കഴിച്ചു. അമ്മ പിടിക്കും. ഇതാ പിടിച്ചിട്ടോ, ബോളാ പോണ. ബോള് പോയിട്ടോ, ബാറ്റ്. അപ്പൊ എന്തൊക്കെയുണ്ട് ഗായ്സ്, കണ്ടില്ലേ? വീട് മൊത്തം കണ്ടില്ലേ? 360 ഡിഗ്രിയിൽ കിടന്ന് കറങ്ങിട്ട് എന്താ കര ഇറങ്ങണമേ. അയ്യോ 360 ഡിഗ്രിയിൽ കിടന്ന് കറങ്ങിയതിന്റെ പ്രശ്നമാകും. നമ്മളിത് നേരിട്ടില്ല, നേരിടാം. നേരിട്ടുണ്ട്. ഞാനൊരു നാച്ചുറൽ വീഡിയോ ആവാല്ലേ എടുക്കട്ടെ. നാച്ചുറൽ വീഡിയോ. പുൽത്തഗിരിയിലായോണ്ട് നാച്ചുറൽ വൈബ് ഇട്ടിരിക്കും. അതാണ് പ്രത്യേകത. ഗാങ് ഫ്ലക്സ്, ബാങ്ക് ഓഫ് ബറോഡ അറിയണോ? ഗാങ് ഓഫ് കുട്ടിപ്പട്ടാളം. നമ്മളിഞ്ഞ് ഇത് കൂടെ എങ്ങനെ പറയാം? നല്ല രസല്ലേ ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ പുറത്ത് മൊത്തം ചെളിയായി. ഇത് ഞാൻ ഉണ്ടാക്കിയ പാല. എന്തിനാന്നറിയോ? ഇതൊന്നും നിൽക്കുക, ചളിയാവില്ല. പാലല്ല ഗൈസ്, പ്ലൈവുഡിന്റെ ഒരു പീസാ. ഇവിടെ ചക്ര ഉണ്ട്. ചക്രത്തിൽ വെള്ളം ഉണ്ട് കേട്ടാ. നമുക്ക് ചക്രം വെച്ചിട്ടൊരു പണ്ട് വെള്ളം വന്നെന്താ ചക്രത്തിന്റെ ഉള്ളിൽ വെള്ള കൊതു കുട്ടികളെ കളയാൻ വേണ്ടിട്ട് ഒരു പുതിയ ടെക്നിക്ക് ഉണ്ടാക്കിയതാ. അപ്പൊ ഗൈസ്, ഞാനൊരു വീഡിയോ വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടാ. അതിന് മേലേക്ക് പോണം. അതുണ്ടോ അവിടെ മുളക്കാം.
നമുക്ക് അങ്ങോട്ട് പോവാം. 3, 2, 1. അപ്പൊ നമ്മള് പോയില്ലേ പോണേട്ടാ. പോണം. ബോയ്സ് നമ്മളിങ്ങനെ പോവാം. മേലെ കയറണട്ടാ, സ്റ്റെപ്പൊക്കെ കയറി പോണം. അപ്പൊ നമുക്ക് വീടിന്റെ ഭാഗത്ത് കൂടെയാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഉൾഭാഗത്ത് കൂടെ പോവാം. നമ്മള് പോവുകയാണ്. ഏറ്റവും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പച്ച മഴക്കൊടുത്ത് വന്ന മഴയ്ക്ക് പോവാം. അമ്മതാ നമ്മള് നടത്തുന്ന സ്ഥലം നമ്മള് പതിനായിരത്തി ഇഷ്ടപോലെ അമ്മേ ഇത് കണ്ട ഇവിടെ നിന്നുള്ള വൈബം നോക്കിയേ. ഒരു കുളം ഇല്ലേ, ആ കുളം ഞാൻ കാണിച്ചു തരാട്ടാ. അവിടെ അങ്ങനെ ഒരു സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ അങ്ങനെ ഒരു സ്ഥലം കണ്ടോ? ഞാൻ ഇപ്പൊ ഇങ്ങനെ കൈ പിടിച്ചെടുത്തൊരു മഞ്ഞ കളർ ഉണ്ടോ? അത് ശരിക്കും കുളം. കാരണം എന്താ അറിയോ, പാടും കുളമായോണ്ട് അത് പാടും കുളം. അവിടെ പുല്ല് പിടിച്ച്, അവിടെ പായല് വന്ന് പുല്ല് പിടിച്ച്. എന്താ അറിയില്ല, ഇന്ന ഇഷ്ട പായല് വന്നിട്ടുണ്ട് പുല്ല് പിടിക്കും. ഏതതില്ലേ ഇവിടെ ബാക്കിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ആണിത്. 360 ഡിഗ്രി ഞാൻ മുണ്ടും കിടക്കാം. പുള്ളി കണ്ട നിങ്ങൾക്ക് മുന്നിക്ക് പോവാം. ഇനി മുമ്പോട്ട് ബടിയും 360 ആൾക്കോട്ടുന്നുണ്ട്. അപ്പച്ചാ ഹായ് പറഞ്ഞ ഇങ്ങോട്ടൊക്കെ. അതെ അപ്പച്ചൻ വിളക്കൊളുത്തണ്ടാ. ഇവിടെ ഒരു കാടുമായിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ എന്റെ വീട് വിചാരിച്ചു. അവിടെ ഉണ്ടോ കേടുമാതിരി വിഭജിച്ച് കിടക്കുക. അതാണ് കാട്ടിക്കുള്ള റോഡ് കേട്ടാ. വെറുതെ അറിഞ്ഞ വീട്ടിക്കുള്ള റോഡാണ് കേട്ടാ. അത് കാടായി മാറിയതാ. മീൻസ് വീട്ടിക്കുള്ള റോഡ് തന്നെ, ഞാൻ കാടാന്ന് വെറുതെ പറഞ്ഞ കേട്ടാ. ഓണാ പറ്റി മഴക്കൊടുക്കുന്നു. പിന്നെ ഒരു ആ കട്ടയും മാറ്റില്ലേ, കട്ടയും അമ്പലവും രണ്ടമ്പലവും ഇതിലിരിക്കുന്ന ഭഗവതി, അതിലിരിക്കുന്ന കരിങ്കുട്ടി ചാത്തൻ പരിമാനമൂർത്തി ഗുരുമുത്തപ്പ. പിന്നെ ഉള്ളില് സ്വാമി റൂമുണ്ട്. നമ്മൾക്കാണോ അവിടെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാട്ടോ. നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ഇത് കൂട്ടാണ്ട് ചാടിപ്പോയാലോ. പറ്റിച്ചു പറ്റിച്ചതാണ് ഗൈസ്. അതിനു എല്ലാത്തിനും വഴിയുണ്ട് ഗൈസ്. എവിടെ തൊട്ടാലും ചളിയാവുന്നു ഗൈസ്. അത്താ ഡ്രസ്സിന്റെ ചളിയായോ എന്താ വിഷല്ല. നമുക്ക് പോക്കാം. തല പറഞ്ഞു ഞങ്ങൾ നമ്മളിതാ ഇവിടെ നിൽക്കുന്നു. ഓ മൈ ഗോഡ്, what the hell. നല്ല രസം. അയ്യോ വീടും എന്താ ചാർലീനെ കാണിക്കാൻ പറഞ്ഞു. ചാർലി
ഷെയർലി കാണിച്ചില്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ പോരാട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനിയും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ എല്ലാവർക്കും ബൈ ബൈ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Ta-da!